അവൾ നരകത്തിൽ പ്രവേശിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഉറപ്പിച്ചു പറഞ്ഞ ഒരേയൊരു സ്ത്രീ, ലോകം കണ്ട ക്രൂരതയുടെ പര്യായമായ ഒരു സ്ത്രീ. സമ്പത്തും അധികാരവും അവളെ അഹങ്കാരിയാക്കിയിരുന്നു. പ്രവാചകന്റെ കടുത്ത ശത്രുവായിരുന്ന ആ സ്ത്രീയുടെ പേര് ഉമ്മു ജമീൽ. ഖുറൈശി ഗോത്രത്തിൽ ജനിച്ച ഉമ്മു ജമീലിന്റെ കുലമഹിമ പക്ഷേ അവളുടെ സ്വഭാവത്തിൽ പ്രതിഫലിച്ചില്ല. കുട്ടിക്കാലം മുതലേ അവൾ അത്യാഗ്രഹിയും അഹങ്കാരിയുമായി വളർന്നു. ചെറുപ്രായത്തിൽ തന്നെ അവൾ അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബൂലഹബിനെ വിവാഹം കഴിച്ചു. ആഡംബരവും അഹങ്കാരവും ഇഷ്ടപ്പെട്ടിരുന്ന ഉമ്മു ജമീലിനെ അബൂലഹബിന്റെ സമ്പത്ത് കൂടുതൽ അക്രമകാരിയാക്കി. അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് ഉമ്മു ജമീൽ തൻ്റെ കുതന്ത്രങ്ങൾ നടപ്പാക്കി. അവളുടെ ഏറ്റവും കുപ്രസിദ്ധമായ ഗുണം തൻ്റെ മൂർച്ചയുള്ള നാവായിരുന്നു. കിംവദന്തികൾ പരത്താനും ജനമധ്യേ മറ്റുള്ളവരുടെ അഭിമാനം തകർക്കാനും അവൾക്ക് യാതൊരു ലജ്ജയും ഉണ്ടായിരുന്നില്ല. മുഹമ്മദിനെ ഒരിക്കലും വളരാൻ അനുവദിച്ചുകൂടാ. അവൻ നമ്മുടെ പാരമ്പര്യത്തെ വെല്ലുവിളിക്കുന്നു. നമ്മുടെ മതത്തെ എതിർക്കുന്ന വിഷമാണവൻ. നാൾക്കുനാൾ അവന്റെ അനുയായികൾ വർദ്ധിക്കുകയാണ്. അവളുടെ ഭർത്താവ് അബൂലഹബ് ഇതിനകം തന്നെ പ്രവാചകനെ എതിർക്കാൻ തുടങ്ങിയിരുന്നു. തുടർന്ന് ഉമ്മു ജമീൽ ഈ വെറുപ്പ് കൂടുതൽ ശക്തമാക്കുകയും പ്രവാചകനെ നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൾ ഇസ്ലാമിനെതിരെ നിന്നുവെന്ന് മാത്രമല്ല, അതിനെ നശിപ്പിക്കാൻ അവൾ എല്ലാ മാർഗങ്ങളും പരീക്ഷിച്ചു. അവളുടെ വിഷലിപ്തമായ വാക്കുകൾ മക്കയിലെ ഇടുങ്ങിയ വഴികളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. മുഹമ്മദ് ഭ്രാന്തനാണ്, അവനൊരു മാന്ത്രികനാണ്, അവൻ മക്കയുടെ ക്രമം തകർക്കുന്ന ശത്രുവാണ് എന്നിങ്ങനെ പല വാദഗതികൾ പ്രവാചകനെതിരെ ഉമ്മു ജമീൽ ആക്രോശിച്ചു കൊണ്ടിരുന്നു. ഇത് തുടരാൻ നമ്മൾ അനുവദിച്ചാൽ ഖുറൈശികളുടെ അഭിമാനവും അധികാരവും തകരും. മുഹമ്മദിനെ വെറുതെ വിട്ടുകൂടാ. ഖദീജയാണ് അവന്റെ ഏറ്റവും വലിയ അനുകൂലി. അവളെ വേണം ആദ്യം തകർക്കാൻ. ഉമ്മു ജമീലിന്റെ ഏറ്റവും വലിയ ശത്രു ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. മക്കയിലെ ഏറ്റവും ആദരണീയയായ സ്ത്രീയും പ്രവാചകന്റെ ഏറ്റവും ശക്തയായ പിന്തുണയുമായിരുന്നു ഭാര്യ ഖദീജ ബീവി. അസൂയ മൂലം അവർക്കെതിരെ തിരിയാനും ഉമ്മു ജമീൽ മക്കയിലെ സ്ത്രീകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. വർഷങ്ങൾ മുന്നോട്ട് നീങ്ങി. അവർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും മുസ്ലിമീങ്ങളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഉമ്മു ജമീലിനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. നുണകളും അപവാദങ്ങളും മാത്രം പോരാതെയായി അവൾ പ്രവാചകനെ കൊല്ലാൻ തന്നെ പദ്ധതിയിട്ടു. ഇസ്ലാം പടരുംതോറും അബൂലഹബും ഉമ്മു ജമീലും മുസ്ലിങ്ങൾക്കെതിരെ കൂടുതൽ അക്രമാസക്തരായി. അബൂലഹബിന്റെയും ഭാര്യയുടെയും മേലുള്ള അള്ളാഹുവിന്റെ വ്യക്തമായ ശാപമായിരുന്നു സൂറത്തുൽ മസദ്. ആ സൂറത്ത് അവതരിച്ച മുതൽ ഉമ്മു ജമീലിന്റെയും അബൂലഹബിന്റെയും വിധി തീരുമാനിക്കപ്പെട്ടു. നുബുവത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഒരു ദിനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിൽ കയറി ഖുറൈശി ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഓ ഖുറൈശ്, ഈ പർവ്വതത്തിന് പിന്നിൽ നിന്നൊരു സംഘം നിങ്ങളെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? അവിടെ കൂടിയിരുന്ന ജനബാഹുല്യം മുഴുവൻ ഒന്നിച്ചു മറുപടി പറഞ്ഞു, അതെ, കാരണം നിങ്ങൾ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങയെ വിശ്വസിച്ചുകൊള്ളും. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ വലിയൊരു ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങൾ ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുക, ബഹുദൈവാരാധന വെടിയുക. ഒരു നിശബ്ദത അവിടെ പരന്നു പിടിച്ചു. ഇസ്ലാമിലേക്കുള്ള പരസ്യമായ ക്ഷണത്തിന്റെ തുടക്കമായിരുന്നു ആ സംഭവം. എന്നാൽ കോപം കൊണ്ട് അബൂലഹബ് ചാടി എഴുന്നേറ്റ് അലറുന്നു. ഇത് പറയാനാണോ മുഹമ്മദ് നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? നിനക്കു നാശമേ നാശം. അബൂലഹബ് നബിയോട് ആക്രോശിച്ചു. ഈ വാക്കുകൾ കാരണമാണ് അള്ളാഹു സൂറത്തുൽ മസദ് അവതരിപ്പിച്ചത്. അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ, അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു. അവന്റെ സമ്പത്തോ അവൻ നേടിയതോ അവൻ ഉപകാരപ്പെട്ടില്ല. ആളിക്കത്തുന്ന അഗ്നിയിൽ അവൻ പ്രവേശിക്കുക തന്നെ ചെയ്യും. അവളുടെ ഭാര്യയും
വിറക് ചുമക്കുന്നവളായി നരകാഗ്നിയിൽ ചേരും. അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാരുകൊണ്ടുള്ള ഒരു കയറുണ്ടായിരിക്കും. ഈ സൂറത്ത് അബൂലഹബിന്റെയും ഉമ്മു ജമീലിന്റെയും ഭയാനകമായ അന്ത്യം പ്രവചിച്ചു. ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം വിറക് ചുമക്കുന്നവൾ എന്ന പ്രയോഗമായിരുന്നു. പ്രവാചകനെ ഉപദ്രവിക്കാൻ അവൾ കല്ലുകളും മുള്ളുകളും ചുമന്നിരുന്നതിനെ ഇത് വിവരിച്ചു. ഒപ്പം അവളുടെ ദുഷ്ടവും വിനാശകരവുമായ സ്വഭാവത്തെയും. അബൂബക്കർ, എവിടെ നിന്റെ മുഹമ്മദ്? അവനെ ഞാൻ ഇന്ന് ഈ കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലും. ഒരു ദിവസം അവൾ ഒരു വലിയ കല്ലെടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ പദ്ധതിയിട്ടു. മസ്ജിദുൽ ഹറാമിലേക്ക് പോയ അവൾക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനൊപ്പം നബിയെ കാണാൻ കഴിഞ്ഞില്ല. പ്രവാചകൻ അവളുടെ തൊട്ടു മുന്നിൽ ഉണ്ടായിരുന്നിട്ടും അള്ളാഹു പ്രവാചകനെ അവളുടെ മുന്നിൽ നിന്നും അപ്രത്യക്ഷമാക്കിയിരുന്നു. അവൾ അബൂബക്കർ തങ്ങളോട് ഇങ്ങനെ അലറി, എവിടെ നിന്റെ മുഹമ്മദ്? ഞാൻ അവനെ ഉപദ്രവിക്കാൻ വന്നതാണ്. അവന്റെ മന്ത്രവാദവും നുണകളും കൊണ്ടാണ് അവൻ ഞങ്ങളെ പരസ്പരം ഭിന്നിപ്പിച്ചത്. അബൂബക്കർ തങ്ങൾ ശാന്തനായി അവളെ നോക്കിയിരുന്നു. ഉമ്മു ജമീൽ ദേഷ്യത്തിൽ അലറി വിളിച്ചുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന കല്ല് വലിച്ചെറിഞ്ഞ് വേഗത്തിൽ നടന്നുപോയി. അവളുടെ ക്രൂരത അവരെ സ്വന്തം നാശത്തിലേക്കാണ് നയിച്ചത്. അബൂലഹബ് ജഹന്നമിൽ ശാശ്വത ശിക്ഷ അനുഭവിക്കുമെന്ന് അള്ളാഹു സൂറത്തുൽ മസദിലൂടെ അറിയിച്ചിരുന്നു. ഈ ലോകത്തിലെ അവന്റെ ശിക്ഷ വന്നത് അപമാനത്തിന്റെയും രോഗത്തിന്റെയും രൂപത്തിലാണ്. ഒരു ദിവസം അബൂലഹബിന് ഭയാനകമായ ഒരു രോഗം പിടിപെട്ടു. രോഗം അത്യന്തം ഭീകരവും നികൃഷ്ടവുമായതിനാൽ ആരും അബൂലഹബിനെ ഒന്ന് സന്ദർശിക്കാൻ പോലും ധൈര്യപ്പെട്ടില്ല. ഖുറൈശി പ്രമുഖർ പോലും അവനെ ഉപേക്ഷിച്ചു തള്ളി. ഭർത്താവിന്റെ രോഗാവസ്ഥയിൽ ഉമ്മു ജമീൽ അബൂലഹബിനെ കൈവെടിഞ്ഞു. അവൻ തനിച്ച് വേദനയിൽ പുളഞ്ഞ് ഒരു ദുർമരണത്തിനു പാത്രമായി. അബൂലഹബ് മരിച്ചതിനു ശേഷം അവന്റെ മൃതദേഹം ഒരു തുറസായ സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ടു. ആരും അവനെ അടക്കം ചെയ്യാൻ പോലും തയ്യാറായില്ല. ഒടുവിൽ കുറച്ചാളുകൾക്ക് പണം നൽകി അവന്റെ മൃതദേഹം നീക്കം ചെയ്യിപ്പിച്ചു. അവർ അവനെ ഒരു കുഴിയിൽ വലിച്ചെറിഞ്ഞ് കല്ലുകൾ കൊണ്ട് മൂടിയിട്ടു. ചരിത്രം പറയുന്നു, ഉമ്മു ജമീലിന്റെ മരണവും തീർത്തും ഭയാനകമായിരുന്നു. അവളുടെ മരണത്തെക്കുറിച്ച് പല ആഖ്യാനങ്ങൾ നിലവിലുണ്ട്. ചില റിപ്പോർട്ടുകളിൽ ഒരു വലിയ കല്ലിനടിയിൽ ഞെരിഞ്ഞമർന്നാണ് ഉമ്മു ജമീൽ മരിച്ചതെന്ന് പറയുന്നു. മറ്റു അഭിപ്രായങ്ങളിൽ കഴുത്തിൽ ഒരു കയറ് കുരുങ്ങി ശ്വാസം മുട്ടിയാണ് ഉമ്മു ജമീൽ മരിച്ചതത്രേ. സൂറത്തുൽ മസദിലെ അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാരുകൊണ്ടുള്ള ഒരു കയറുണ്ടായിരിക്കും എന്ന വാചകം അവളുടെ മരണത്തിൽ യാഥാർത്ഥ്യമായി. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളുടെ അന്ത്യം അപമാനവും കഷ്ടപ്പാടും നിറഞ്ഞതായിരുന്നു. ഈ സംഭവം അവർക്ക് മാത്രമുള്ള ഒരു താക്കീതല്ല, മറിച്ച് അന്ത്യനാൾ വരെയുള്ള എല്ലാ അവിശ്വാസികൾക്കും അടിച്ചമർത്തുന്നവർക്കുമുള്ള മുന്നറിയിപ്പാണ്.